ഈ വരുന്ന മാർച്ച് 7 ബ്രസീലിൻ്റെ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കുള്ള അടുത്ത ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള ടീമിനെ ബ്രസീൽ പരിശീലകൻ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം യൂറോപ്പിലെയും മറ്റുള്ള ക്ലബ്ബുകളിലും ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്ന അനവധി മത്സരങ്ങൾ അദ്ദേഹം നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ഓരോരോ താരങ്ങളുടെയും സ്റ്റാറ്റസ്, അവരുടെ പ്രകടനങ്ങളെല്ലാം വിലയിരുത്തിയിട്ടാണ് അടുത്ത ബ്രസീലിൻ്റെ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. 28 താരങ്ങളെയാണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാർച്ചിൽ 7 അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത്. സൂപ്പർ താരം നെയ്മർ ജൂനിയറെ അടക്കം അദ്ദേഹം നേരിട്ട് കണ്ട് സംസാരിച്ചു, സാന്റോസിന്റെ മത്സരം കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. നെയ്മറുമായിട്ടൊക്കെ സംസാരിച്ചു, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ അറിഞ്ഞു. അദ്ദേഹം ഒരു പക്ഷേ ഒരു 90-95% അദ്ദേഹം ബ്രസീൽ ടീമിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ സാന്റോസിൽ അദ്ദേഹം നിലവാരം പുലർത്തുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം ബ്രസീലിൻ്റെ ജേഴ്സി വീണ്ടും അണിയാൻ പോവുകയാണ്. കൊളംബിയ, അർജന്റീന ഈ 2 ടീമുകളാണ് ശക്തരായ ടീമുകൾ തന്നെയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. കൊളംബിയൻ്റെ കളത്തിലെ പ്രകടനം അല്ലെങ്കിൽ അവരുടെ ഫൗള്, ആ ഒരു സ്റ്റാറ്റസ് നമുക്കറിയാവുന്നതാണ്. ആ ഒരു മത്സരത്തിലായിരിക്കാം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ്. അതിനുശേഷം അർജന്റീനക്കെതിരെ അവരുടെ നാട്ടിൽ പോയിട്ട്, അർജന്റീനയുടെ നാട്ടിലാണ് ലയണൽ മെസ്സിയെയും കൂട്ടരെയും നെയ്മർ ജൂനിയറും ടീം നേരിടാൻ പോകുന്നത്. നെയ്മർ കളത്തിലുണ്ട് എങ്കിൽ ഏതായാലും നല്ല 2 മികച്ച മത്സരങ്ങളാണ് ബ്രസീലിന് വരുന്നത്. മാർച്ച് 21 കൊളംബിയയുമായിട്ടും 26 അർജന്റീനയുമായിട്ടാണ് മത്സരങ്ങൾ. ഇതിനു വേണ്ട ടീമിനെ ഈ മാർച്ച് 7 ബ്രസീൽ പരിശീലകൻ തയ്യാറാക്കും അല്ലെങ്കിൽ അനൗൺസ് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ ടീമുകളുടെയും ക്ലബ്ബ് ഫുട്ബോളിൻ്റെ അനവധി മത്സരങ്ങൾ, ബ്രസീലിയൻ താരങ്ങൾ മത്സരിക്കുന്ന ഓരോ ക്ലബിൻ്റെയും മത്സരങ്ങൾ നേരിട്ട് പോയി കണ്ട് താരങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ വിലയിരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.